ഹലോ മക്കളെ, ഇനി നെക്സ്റ്റ് 9ാം ക്ലാസ്സിലേക്ക് പഠിക്കാൻ പോകുന്ന മക്കളോടൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മിസ്സിന് പറയാനുള്ളത്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ വർഷം നമ്മുടെ 9ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ വർഷം 10ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക് മാറുകയാണ്. അപ്പോൾ ഈ 9ാം ക്ലാസ്സിലെയും 10ാം ക്ലാസ്സിലെയും ടെക്സ്റ്റ് ബുക്ക് വെച്ച് നോക്കുമ്പം വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ക്ലൂ എന്ന് പറയുന്നത് ഇത് +1 +2 ആ ഒരു കോണ്ടൻറ്റ്, ആ കണ്ടൻറ്റിൻ്റെ ഒരു ബേസിക്സ് ആണ് നിങ്ങളിവിടെ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുന്നത്. അപ്പോൾ അത് വളരെ കറക്റ്റായിട്ട് നിങ്ങൾ പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾ +1 +2 നിങ്ങൾക്ക് എന്തിനെക്കുറിച്ചായാലും ഒരു ബേസിക് ഐഡിയ ഉണ്ടാവുള്ളൂ. അത് മാത്രമല്ല, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 9ാം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സ് മുൻ വർഷങ്ങളിൽ നിങ്ങളുടെ സിലബസ് മാറുന്നതിന് മുൻപുള്ളതിൽ നമുക്ക് 8 ചാപ്റ്റേഴ്സ് ആണെങ്കിൽ ഈ തവണ നമുക്ക് 6 ചാപ്റ്റേഴ്സ് ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം കുറഞ്ഞത് നല്ലതല്ലേ? പക്ഷേ ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം കുറഞ്ഞപ്പോൾ 1ഉം 2ഉം ചാപ്റ്റേഴ്സൊക്കെ കമ്പൈൻ ചെയ്തിട്ട് ഒരു ചാപ്റ്റർ ആക്കിയിട്ടുണ്ട്. അതായത് കണ്ടൻറ്റിൻ്റെ ഡെപ്ത്ത് ഒത്തിരി കൂടിയിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ 9ാം ക്ലാസ്സിൽ നോക്കിക്കഴിഞ്ഞാൽ പുതിയതായിട്ട് 2 ടോപ്പിക്സ് 2 ചാപ്റ്റേഴ്സായിട്ട് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്നത് ബയോളജിയുടെ കാര്യത്തിലാണ്. ഇതേപോലത്തെ മാറ്റങ്ങളാണ് നമുക്ക് നിങ്ങളുടെ ബാക്കിയുള്ള സബ്ജക്ട്സിൽ നോക്കിയാൽ കാണാൻ പറ്റുക. അപ്പോൾ ഇങ്ങനെ ടെക്സ്റ്റ് ബുക്ക് ടഫായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് മാറിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ മാറിക്കഴിഞ്ഞാൽ, 9ാം ക്ലാസ് ടഫായി കഴിഞ്ഞാൽ ഞങ്ങൾ എന്താണ് ചെയ്യുക? സിമ്പിളാണ്, നേരത്തെ മുതൽ തന്നെ പഠിച്ചു തുടങ്ങാം. നേരത്തെ മുതൽ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഇനി എക്സാം എത്ര ടഫായാലും, പേപ്പറിൻ്റെ പാറ്റേൺ എത്ര മാറിയാലും, ടെക്സ്റ്റ് ബുക്ക് മാറിയാലും ഇതൊന്നും നിങ്ങളെ ബാധിക്കില്ല. കാരണം എക്സാം ടഫാക്കാന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കിയ ഒരാൾക്ക് മാത്രം എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വെക്കും. രണ്ടാമത്തത്, നമ്മൾ ചിലപ്പോൾ ടീച്ചേഴ്സ് മിക്കവാറും പഠിപ്പിക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ, പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഭാഗങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമ്മളും പഠിപ്പിക്കാറുണ്ട്. പക്ഷേ ഈ പാറ്റേൺ മാറുമ്പോൾ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ടൈപ്പ് മാറുമ്പോൾ, ക്വസ്റ്റ്യൻ പേപ്പർ ടഫാക്കുമ്പോൾ അവർ ചെയ്യുന്നത് ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ഇതുവരെ ശ്രദ്ധിക്കാത്ത, ആരും അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാത്ത ഭാഗങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക. രണ്ടാമതായിട്ട് ടെക്സ്റ്റ് ബുക്കിലുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നും നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ എക്സാം വിന്നറിൻ്റെ ക്ലാസ് 9ൻ്റെ ആൽഫ ബാച്ച് ഉള്ളത്. അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് ഇതെല്ലാം നേരത്തെ പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ആൽഫ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് 9ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ചാലഞ്ചസ് ആണ് ഫേസ് ചെയ്യാൻ പോകുന്നത്, ഈ 9ാം ക്ലാസ് എങ്ങനെ പഠിക്കണം, ഈ കംപ്ലീറ്റ് കാര്യങ്ങൾ എൻ്റെ മക്കൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നാളെ കറക്റ്റ് 7 മണിക്ക് നമ്മുടെ എക്സാം വിന്നറിൻ്റെ കംപ്ലീറ്റ് ഫാക്കൽറ്റീസ് ലൈവിൽ വരുന്നുണ്ടാകും. അപ്പോൾ ഇനി 9ാം ക്ലാസ്സിലേക്ക് പോകുന്ന എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക. അത് മാത്രമല്ല, നിങ്ങളെല്ലാവരും നാളെ 7 മണിക്ക് നടക്കുന്ന നമ്മുടെ ലൈവിലുണ്ടാകണം. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ 9ാം ക്ലാസ് ഏറ്റവും സിമ്പിളാക്കാൻ, ഏറ്റവും സ്മൂത്തായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങളായിരിക്കും നാളത്തെ ലൈവിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഒരു കാരണവശാലും നാളത്തെ ലൈവ് എൻ്റെ മക്കൾ മിസ് ചെയ്യാതിരിക്കുക. നമ്മുടെ കംപ്ലീറ്റ് ടീച്ചേഴ്സ് നാളത്തെ ലൈവിൽ നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്നതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് നേരത്തെ പഠിച്ചു തുടങ്ങണം, അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് പോകണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. നമ്മുടെ എക്സാം വിന്നറിൻ്റെ ആൽഫ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ കാണാം വൈകിട്ട് 7 മണിക്ക്.